ജംഗിളെ ഞാൻ നിങ്ങളുടെ ചങ്കോട്ടക്കാരൻ ലിബുദാസ് കൊട്ടാരക്കയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് അഞ്ചൽ സിറ്റിയിലാണ്. അപ്പോൾ ഞാനിവിടെ ഒരു ഓട്ടം വന്നതാണ്. അഞ്ചൽ കണ്ണാശുപത്രിയായ അൽഹിബ ഐ ഹോസ്പിറ്റലിലാണ് ഞാനിപ്പോൾ വന്നത്. അതായത് നമ്മുടെ ഓക്സിജനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന അൽഹിബ ഐ ഹോസ്പിറ്റലാണ്. അപ്പോൾ അവിടെ ഞാൻ ഓട്ടം വന്നപ്പോൾ എനിക്കുണ്ടായൊരു സംഭവമാണ്. അത് മെയിനായിട്ട് ഇവിടുത്തെ അഞ്ചൽ സിറ്റിയിലെ ഓട്ടോറിക്ഷ യൂണിയൻ തൊഴിലാളികൾ അറിയേണ്ട ഒരു കാര്യമായതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ എടുത്ത് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഈ വീഡിയോ എടുക്കാനുള്ള മെയിനായിട്ടുള്ള കാരണം അത് തന്നെയാണ്. ഈ അഞ്ചൽ സിറ്റിയിലെ ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയന് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമായതുകൊണ്ടാണ്. അപ്പോൾ ഇവിടെ ഞാൻ ഈ കാണുന്ന അൽഹിബ ഐ ഹോസ്പിറ്റലിൽ വന്നപ്പോൾ ഞാൻ ആ ഫ്രണ്ടിലായിരുന്നു. 2-3 ദിവസം കൊണ്ട് ഞാനിവിടെ വരുന്നുണ്ടായിരുന്നു. ചെക്കപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ ഇവിടെ വന്ന് വണ്ടി ഈ കാണുന്ന കാറ് കിടക്കുന്നിടത്താണ് ഞാൻ പാർക്ക് ചെയ്തിരുന്നത്. പാർക്ക് ചെയ്തിരുന്ന സമയത്ത് അവിടുത്തെ സെക്യൂരിറ്റി വന്നിട്ട് പറഞ്ഞു, ഇന്ന് കണ്ണോപ്പറേഷന് വന്നേയില്ലേ എന്നോ. ഞാൻ പറഞ്ഞ ആണ്. അപ്പം നിങ്ങൾ ആ വണ്ടി എടുത്ത്, എൻ്റേത് ഓട്ടോയായിരുന്നു. അപ്പം ഈ ഓട്ടോ എടുത്ത് ഇവിടുന്ന്, അതായത് ഈ ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിൽ നിന്ന് മാറ്റി ഈ ഒഴിഞ്ഞു കിടക്കുന്ന കടയുടെ, അതായത് ഈ അടച്ചിട്ടേക്കുന്നൊരു ഫ്രൂട്ട്സ് കടയോ, പഴയ ഫ്രൂട്ട്സ് കടയോ ആണ്. പഴയൊരു ഫ്രൂട്ട്സ് കടയും ഐസ്ക്രീമും അങ്ങനെയുള്ള എന്തോ കടയായിരുന്നു. അപ്പോൾ അതിൻ്റെ വാതിലേക്ക് മാറ്റിയിടാൻ പറഞ്ഞു. ഞങ്ങൾ 2 പേരുണ്ടായിരുന്നു. 2 പേരും അന്നേരം തന്നെ ഞങ്ങൾ എടുത്ത് ഇപ്പുറത്തോട്ട് ഇട്ടു. കാരണം അവിടുത്തെ സെക്യൂരിറ്റി നമുക്കൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ. കാരണം അവരുടെ ഈ ഹോസ്പിറ്റലിൻ്റെ മാനേജ്മെൻറ്റ് പറയുന്നതല്ലേ പാവപ്പെട്ടവനും കേൾക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ ആ പുള്ളിക്കാരനുമായിട്ട് നമ്മൾ സംസാരിക്കാനൊന്നും നിന്നില്ല. എന്നാലും ഞാൻ സംസാരിച്ചില്ലെന്നല്ല, ഞാൻ സംസാരിച്ചു. ഞാൻ ചോദിച്ചു, അതെന്താ ഞങ്ങളത് ഓട്ടോറിക്ഷ ആയതുകൊണ്ടാണോ ഇവിടുന്ന് മാറ്റിയിടേണ്ടത് എന്ന് ചോദിച്ചു. പുള്ളി എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞാൽ ഇവിടെ കാറുകൾ പാർക്ക് ചെയ്യണമെന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പോൾ ഒരു കാര്യം മനസ്സിലായി, ഈ ഹോസ്പിറ്റലിന് നമ്മൾ നമ്മൾ അവിടെ പാർക്ക് ചെയ്യുകയോ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അത് അവർക്കൊരു കുറച്ചിലാണ്. അവരുടെ ആ സംസാരത്തിൽ നിന്നത് മനസ്സിലാവാൻ നമുക്ക് അത്ര ബുദ്ധിയില്ലാത്ത കഴുതകളൊന്നും അല്ലല്ലോ നമ്മൾ ഈ ഓട്ടോക്കാർ. അപ്പം അവർ പറഞ്ഞത്, ഇത്രയും കാറുകൾ ഈ നടുക്കിടക്കുന്ന കാറ് കിടക്കുന്നിടത്തായിരുന്നു എൻ്റെ ഓട്ടോ ഞാൻ പാർക്ക് ചെയ്തിരുന്നത്. എന്നെ അവിടുന്ന് മാറ്റിയിട്ടാണ് ഈ കാർ അവിടെ കയറ്റി പാർക്ക് ചെയ്തത്. അപ്പോൾ പറഞ്ഞത് അത് ഡോക്ടർ വണ്ടി ആയതുകൊണ്ടാണ്. ഡോക്ടർ വണ്ടിയാണെങ്കിൽ അതിന് തൊട്ടപ്പുറത്ത് പ്രൈവറ്റ് കാറുകളുമുണ്ട്. നമ്മൾ ഈ സാധാരണക്കാർ ഈ ഹോസ്പിറ്റലിൽ വരാനും വേണ്ടി നമ്മൾ കാർ റെൻറ്റിന് എടുത്തിട്ട് വരാനോ അല്ലെങ്കിൽ ഒരു കാർ വിളിച്ച് വരാനോ ഉള്ള സാമ്പത്തികം ഉണ്ടെങ്കിൽ നമ്മളങ്ങനെ വരാൻ വേറെ ഹോസ്പിറ്റലിലോട്ട് പോയാൽ പോരെ. കുറേശ്ശെ അവർ 2-3 ട്രിപ്പായിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് കുറേശ്ശെ പൈസ അവർ വാങ്ങുന്നുണ്ട്. ചെക്കപ്പും കാര്യങ്ങളൊന്നും പറഞ്ഞുകൊണ്ട് ഒരു കണ്ണോപ്പറേഷൻ വന്നാൽ 3-4 ട്രിപ്പ് നമ്മൾ ഇവിടെ വരണം. ഇവിടെ വന്ന് നമ്മൾ ചെക്കപ്പ് എല്ലാം ചെയ്യുമ്പോൾ നമ്മൾ പണം അടയ്ക്കണം. ഇന്നലെ തന്നെ മെനഞ്ഞാന്ന് ഞങ്ങളിവിടെ വന്നു, എല്ലാം ടെസ്റ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇന്നലെ ഇവിടെ പൈസ അടയ്ക്കാനും വേണ്ടി മാത്രമായിട്ട് ഇവിടെ വന്നു. അന്ന് കുറച്ച് മരുന്ന് തന്നു, അത് വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് മെനഞ്ഞാന്ന് ഇവിടെ കൊണ്ടുവന്ന് പൈസ അടച്ച് ഇന്നലെ ചെക്കപ്പിനായിട്ട് അവർ വിളിച്ച്, അത് കഴിഞ്ഞിട്ട് ഇന്ന് കണ്ണോപ്പറേഷൻ. അപ്പോഴാണ് ഇങ്ങനൊരു സംഭവം. ഓട്ടോ അവിടുന്ന് മാറ്റി ഈ സൈഡിലോട്ട്, ഈ പുള്ളി പറഞ്ഞത് ഈ കട തുറക്കത്തില്ല, അതുകൊണ്ട് നിങ്ങൾ അതിൻ്റെ ഫ്രണ്ടിലോട്ട് മാറ്റിയിടാൻ. അപ്പം നമ്മൾ ഓട്ടോക്കാർ ഇടുന്ന അവർക്കൊരു കുറച്ചിലാണ്, ഈ ഹോസ്പിറ്റലിനൊരു കുറച്ചിലാണ്. ഇതാണ് ആ ഹോസ്പിറ്റൽ, അൽഹിബ ഐ ഹോസ്പിറ്റൽ. നമ്മൾ സാധാരണക്കാരൻ്റെ പൈസ അവർക്ക് ആവശ്യമാണ്. നമ്മൾ രാപ്പകലില്ലാതെ കിടന്ന് വണ്ടി ഓടി കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്ന പൈസ ഇവർക്ക് വേണം. നമ്മുടെ വണ്ടി ഇവിടെ നിന്ന് പാർക്ക് ചെയ്യാൻ പറ്റത്തില്ല.
അതിന് ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലത്തേക്ക് മാറ്റി പാർക്ക് ചെയ്യും. അവിടെ കണ്ടോ, കാറുകളല്ലാതെ വേറെ ഏതെങ്കിലും ഒരു വണ്ടി, കാറോ ബൈക്കുകളോ ഉണ്ട് അതിനകത്ത് കയറ്റി പാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഓക്സിജനോട് ചേർന്നിരിക്കുന്ന അൽ ഹിബ ഐ ഹോസ്പിറ്റലിലാണ് ഇങ്ങനൊരു സംഭവം എനിക്ക് ഉണ്ടായത്. അപ്പം ഞാനത് നമ്മളെ അഞ്ചലുള്ള ഓട്ടോ സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ കാര്യം അറിയിക്കുകയാണ്. നിങ്ങളിതൊന്ന് ശ്രദ്ധിക്കുക. ഇതാണ് ഈ ഹോസ്പിറ്റലിൽ നടക്കുന്നത്. നിങ്ങൾ നാളെ ഒരു ഓട്ടം വിളിക്കുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും കൊണ്ടുവരികയോ ചെയ്യുവാണെങ്കിൽ ഇതാണ് നിങ്ങൾക്കും നാളെ നടക്കാൻ പോകുന്ന, നിങ്ങൾക്കും സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങൾ ഇതാണ്. ഇതെന്തായാലും ഇവിടുത്തെ മാനേജ്മെൻറ്റ് അറിയാതെ അല്ലെങ്കിൽ പറയാതെ ഈ സെക്യൂരിറ്റി അത് നമ്മളോടിങ്ങനെ പറയത്തില്ലല്ലോ. അപ്പോൾ ഇത് അഞ്ചൽ ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയൻ ഇതൊന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ഓരോ ഓട്ടോക്കാരും ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. യൂണിയൻ മാത്രമല്ല, ഇവിടെ ഈ അഞ്ചൽ സിറ്റി കിടന്ന് ഓടുന്ന അഞ്ചലായാലും ആയൂരായാലും വാളകമായാലും കുളത്തൂപ്പുഴയായാലും ഏത് ലൊക്കാലിറ്റിയിലായാലും ഈ ഹോസ്പിറ്റലിൽ വരുന്നവർ ഒന്ന് ശ്രദ്ധിക്കുക. ഓട്ടോറിക്ഷ ഓടിക്കുന്ന എല്ലാ സുഹൃത്തുക്കളും ഇതെന്ന് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. ഓട്ടോറിക്ഷ അതിൻ്റെ മുന്നിൽ പാർക്ക് ചെയ്യാൻ ഒക്കത്തില്ല. വരുന്നവർ കാറുമായിട്ട് വന്നാൽ ഈ ഹോസ്പിറ്റലിൻ്റെ ഭാഗത്ത് പാർക്ക് ചെയ്യുക. അപ്പോൾ ഓക്കെ.